രാജാവിന് മഹത്വം, എൻ്റെ യേശുവിന് മഹത്വം. ഹല്ലേലൂയ ജീസസ്. ഒരു യോഗ്യതയുമില്ലായിരുന്നിടത്ത് ദൈവം നമ്മളെ സ്നേഹിച്ചു. ഒരു യോഗ്യതയുമില്ലായിരുന്നിടത്ത് ദൈവം നമ്മളെ മാനിച്ചു. ആ യേശുവിനെ എത്ര സ്തുതിച്ചാലും, എത്ര പാടിയാലും, എത്ര മഹത്വപ്പെടുത്തിയാലും മതി വരികയില്ല. ഓ ജീസസ്, ഹല്ലേലൂയ. എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാമന്നെ ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു. എന്നെ അൻപോടു എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാമന്നെ ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു. ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? യോഗ്യത എന്നിൽ കണ്ടുവോ? തൂയരേ തൂയാവിയേ, തൂയരേ തൂയാവിയേ, വറ്റാത്ത ഉറവയേ, തേനിലും മധുരമേ, വറ്റാത്ത ഉറവയേ, തേനിലും മധുരമേ, എന്നെ നിത്യമായി സ്നേഹിച്ചു. ആ തേജസ്സാൽ മുറ്റും നിറച്ചു. എന്നെ നിത്യമായി സ്നേഹിച്ചു. ആ തേജസ്സാൽ മുറ്റും നിറച്ചു. തന്നിന്മേൽ ശോഭിച്ചിടുന്ന കത്തുന്ന വിളക്കായിടും. നീതിയിൻ തേജസ്സാലെന്നെ അധികമായി നിലനിർത്തിടും. തന്നിന്മേൽ ശോഭിച്ചിടുന്ന കത്തുന്ന വിളക്കായിടും. നീതിയിൻ തേജസ്സാലെന്നെ അധികമായി നിലനിർത്തിടും. തൂയരേ തൂയാവിയേ, തൂയരേ തൂയാവിയേ, വറ്റാത്ത ഉറവയേ, തേനിലും മധുരമേ, ഓ വറ്റാത്ത ഉറവയേ, തേനിലും മധുരമേ, എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്?
ചേറ്റിൽ കിടന്നതാമന്നേ ആ പൊൻകാരം നീട്ടി പിടിച്ചു എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത് ചേറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകാരം നീട്ടി പിടിച്ചു ഓ ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ ഓ യോഗ്യത എന്നിൽ കണ്ടുവോ ഇത്രമേൽ മാനിച്ചിടുവാൻ ഓ യോഗ്യത എന്നിൽ കണ്ടുവോ ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടു ഓ യേശുവേ ഓ ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ തൂയരേ തൂയാവിയേ തൂയരേ തൂയാവിയേ വറ്റാത്ത ഉറവയെ ഓ തേനിലും മധുരമേ ഓ വറ്റാത്ത ഉറവയെ തേനിലും മധുരമേ എന്നെ നിത്യമായി സ്നേഹിച്ചു ആ തേജസ്സാൽ മുറ്റും നിറച്ചു എന്നെ നിത്യമായി സ്നേഹിച്ചു ആ തേജസ്സാൽ മുറ്റും നിറച്ചു ഓ തണ്ടിന്മേൽ ശോഭിച്ചിടുന്ന കത്തുന്ന വിളക്കായിടൂ ഓ നീതി തേജസ്സാലന്നെ അധികമായി നിലനിർത്തിടൂ ഇരുളിൽ നൽവെളിച്ചം പോലെ മാറ്റുന്ന തേജോമയനേ ഓ നിധി തേജസ്സാലന്നെ ഓ അധികമായി നിലനിർത്തിടോ ഓ തൂയരേ തൂയാവിയേ ഓ തൂയരേ തൂയാവിയേ വറ്റാത്ത ഉറവയും തേനിലും മധുരമേ വറ്റാത്ത ഉറവയും തേനിലും മധുരമേ മാർവിൽ ചാരിടാം എല്ലാം പറയാം വിശ്വസ്തനാവൻ വീരനാണവനോ മാർവിൽ ചാരിടാം എല്ലാം പറയാം വിശ്വസ്തനാവൻ വീരനാണവേ ഹോസാന 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 എൻ്റെ ഉപനിധിയെ എൻ്റെ ഓഹരിയെ അങ്ങൻ്റെ നിക്ഷേപമേ എൻ്റെ ആശ്രയമേ എൻ്റെ മറവിടമേ
എന്നെന്നും സങ്കേതമേ. എൻ്റെ ഉപനിധിയെ, എൻ്റെ ഓഹരിയെ, അങ്ങന്റെ നിക്ഷേപമേ, എൻ്റെ ആശ്രയമേ, എൻ്റെ മറവിടമേ, എന്നെന്നും സങ്കേതമേ. മാർവിൽ ചാരിടാം, എല്ലാം പറയാം, വിശ്വസ്തനാവേ, വീരനാണവേ. ഓ മാർവിൽ ചാരിടാം, എല്ലാം പറയാം, വിശ്വസ്തനാവേ, വീരനാണവേ. ഹോസാന, 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 ഹോസാന. എൻ്റെ കോട്ടയുമേ, എൻ്റെ ശരണവുമേ, അങ്ങന്റെ പരിചയുമേ, എൻ്റെ പാറയുമേ, എൻ്റെ ജീവജലമേ, അങ്ങന്റെ ഉറവയാണേ. എൻ്റെ കോട്ടയുമേ, എൻ്റെ ശരണവുമേ, അങ്ങന്റെ പരിചയുമേ, എൻ്റെ പാറയുമേ, എൻ്റെ ജീവജലമേ, അങ്ങന്റെ ഉറവയാണേ. ഓ മാർവിൽ ചാരിടാം, എല്ലാം പറയാം, വിശ്വസ്തനാവേ, വീരനാണവനോ. മാർവിൽ ചാരിടാം, എല്ലാം പറയാം, വിശ്വസ്തനാവേ, വീരനാണവേ. ഹോസാന, 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 ഹോസാന. ഓ യേശുവേ, രാമശേ ബരഖേരെ, ഹോസാന, യേശുവേ, ഹോസാന, 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 ഹോസാന. ഒരിക്കൽ കൂടി ഒന്ന് ചേർന്ന് പാടാമോ ഈ ഒരു പാട്ട്? ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഓ ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? യേശുവേ,
എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. അനുഗ്രഹിക്കപ്പെട്ടൊരു ആരാധന കർത്താവ് നമുക്ക് നൽകി. വചനങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുവാനുള്ള സ്വർഗീയ ആരാധനയുടെ ആ സ്വർഗീയ അനുഗ്രഹത്തിൻ്റെ ആ നല്ല എണ്ണ നമ്മുടെ ഹൃദയത്തിൻ്റെ വിജാഗിരികളിൽ ഇങ്ങനെ വീണിരിക്കുക. കർത്താവിന് നമ്മൾ ആരാധന കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം തുറക്കുന്നൊരു അനുഭവം കൂടി നമുക്ക് ലഭിക്കുക. എല്ലാവരും ആ തുറന്ന് കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ട്, സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്, കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ട്, ആത്മശക്തിയോടെ ഇന്നത്തെ ആരാധനയിൽ ദൈവിക വിടുതൽ ഓരോരുത്തരിലും വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഓരോരുത്തരെ തൊടുന്ന പകലായി മാറട്ടെ. ആത്മമണ്ഡലം തുറക്കുന്ന പകലായി മാറട്ടെ. ആരാധനയുടെ നന്മകൾ അനുഭവിക്കുന്ന പകലായി മാറട്ടെ. ഇന്ന് ഞാൻ വന്നത് വെറുതെ അല്ല എന്ന് തിരിച്ചു പോകുമ്പോൾ അനുഭവത്തോടെ പറയത്തക്കവണ്ണം, കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണമുള്ള ചില അനുഭവങ്ങളോടെ കർത്താവ് നമ്മളെ മടക്കി അയക്കേണ്ടതിനായി ഞങ്ങൾ ഇവിടെ ഇരുന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ എവിടെയെല്ലാം മറുപടി അയക്കണമോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ അത്ഭുത മറുപടികൾ ദൈവം അയക്കുന്നത് വിശ്വസിച്ചുകൊണ്ട് സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. വേദപുസ്തകത്തിനകത്ത് ചില വ്യക്തികൾ കർത്താവ് നമുക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്ന ആത്മീയ ചരിത്രത്തിലെ ചില നായകന്മാർ, അവരെ പോലെ മറ്റാരുമില്ല. നമുക്ക് മാതൃകയാക്കേണ്ട അനേക കാര്യങ്ങൾ അതിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുക. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ആരംഭിച്ച് 24-ാമത്തെ അധ്യായം കൊണ്ട് അവസാനിക്കുന്ന 12 അധ്യായത്തിൻ്റെ ചരിത്രത്തിനകത്ത് മാത്രം നിറഞ്ഞു നിൽക്കുന്ന അബ്രഹാമിനെ അറിയാത്ത ക്രൈസ്തവരാരാ? അബ്രഹാമിനെ അറിയാത്ത യഹൂദന്മാരാരെങ്കിലും ഉണ്ടോ? ഇനി കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഇബ്രാഹിമിനെ അറിയാത്തവരാരാ ലോകത്തിലുള്ള? അബ്രഹാം വിരൽ തുമ്പ് കൊണ്ട് വൃത്തിയാക്കിയ വിഗ്രഹങ്ങളെ വിപണിയിൽ വിലപേശി വിറ്റ് നേരില്ലായ്മയുടെ നെറുകേടിൻ്റെ വിത്തുപാകിയ തേരകൻ്റെ മകനായ അബ്രഹാം ദൈവം വിളിച്ചു വേർതിരിച്ചു വറുമയുടെ വറചട്ടിയിലിട്ട് വറുത്തെടുത്ത് വാഗ്ദത്തത്തിൻ്റെ ഉലയിൽ കാച്ചി പഴുപ്പിച്ച് വിശ്വാസത്തിൻ്റെ നെറുകയിൽ നിർത്തി കൃപയുടെ അരം കൊണ്ട് രാഗി മിനുക്കി വിശ്വാസത്തിൻ്റെ പിതാവാക്കി മാറ്റിയ ദൈവം, തേജോമയനായ ദൈവം അബ്രഹാമിനെ വെളിപ്പാട് കൊണ്ട് ഒപ്പിയെടുത്തു. ഉയിരില്ലാത്ത ദൈവങ്ങളെ ഊരിൻ്റെ നാട്ടിൽ വെച്ച് ഉണ്ടുമൂട്ടിയും ഊഞ്ഞാലാട്ടിയും നടന്നവൻ അബ്രഹാം ദൈവം വിളിച്ചു വേർതിരിച്ചു. ഉയിരില്ലാത്ത ദൈവത്തിൻ്റെ നാട്ടിൽ നിന്ന് ഉயிருള്ള ദൈവത്തിൻ്റെ നാട്ടിലേക്ക് ഉടയവനെ കർത്താവ് വെളിപ്പെടുത്തി. അബ്രഹാം എന്ന പേര്, ആ പേര് വേദപുസ്തകത്തിൽ മറ്റാർക്കും ഇല്ല. വേദപുസ്തകത്തിൽ 2 അബ്രഹാം ഇല്ല. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, വായിച്ചിട്ടില്ല. ഒരബ്രഹാമേ ഉള്ളൂ. എബ്രായ ജനതയുടെ നേതൃത്വത്തിൽ അബ്രഹാമിൻ്റെ പേര് ചരിത്രത്തിൽ എഴുതി ചേർത്ത സർവശക്തനായ ദൈവം. വേദപുസ്തകം പഠിക്കുന്നൊരു പഠിതാവിന് മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ, ഒരുപക്ഷെ നോഹയുടെ മക്കളായ ശേം, ഹാം, യാഫേത്തിലൂടെ ഒരു പുതിയ തലമുറയെ കെട്ടിപ്പടുത്തെടുക്കുവാൻ ദൈവം ആഗ്രഹിച്ചിരുന്നുവോ? പ്രളയം വരെയുള്ള കാലഘട്ടം കഴിഞ്ഞ് ഒരു പുതിയ തലമുറ, പുതിയൊരു കാലഘട്ടത്തിന് വേണ്ടി നോഹയെ ദൈവം കണ്ടിരുന്നു. ആ കാലഘട്ടത്തിൽ അഴിമതിയുടെ, പാപത്തിൻ്റെ, കൂത്തരങ്ങിൻ്റെ കാലഘട്ടത്തിൽ കൃപ ലഭിച്ചവനായി നോഹയെ ദൈവം എഴുന്നേൽപ്പിച്ചിരുന്നു. തീർച്ചയായിട്ടും ബൈബിൾ വായിച്ചു പഠിക്കുമ്പോൾ മനസ്സിലാകും. പക്ഷേ
377 ദിവസം ഭൂമിയിലുണ്ടായ പ്രളയവും പെട്ടകവും ഉൾപ്പെടെയുള്ള ചരിത്രത്തിൻ്റെ ആ 377 ദിവസം പെട്ടകത്തിലായിരുന്ന നോഹ പെട്ടകത്തിൽ നിന്നിറങ്ങി. എൻ്റെ പ്രസംഗ ഭാഷയിൽ പറഞ്ഞാൽ 40 ദിവസം മഴ പെയ്തു, 150 ദിവസം വെള്ളം പൊങ്ങി, നോഹ മുങ്ങിയില്ല. പക്ഷെ അത് കഴിഞ്ഞ് നോഹ ഒരു ഗ്ലാസ് വെള്ളത്തിലോ ഒരു പാത്രത്തിലോ വെള്ളത്തിലോ ആ വീഞ്ഞിനകത്ത് മുങ്ങിപ്പോയി. ചരിത്രം ഉരുണ്ടുമാറി 11-ാം അധ്യായത്തിൽ നോഹയുടെ ചരിത്രം അവസാനിക്കുമ്പോൾ 12-ൽ അബ്രഹാം രംഗപ്രവേശനം ചെയ്യുന്നു. 12-ാം അധ്യായത്തിൽ ആരംഭിച്ച് 24-ാം അധ്യായത്തിൽ അവസാനിക്കുന്ന 12 അധ്യായങ്ങളുടെ ചരിത്രത്തിലെ ചരിത്ര പുരുഷനായി മാത്രം നമുക്ക് കാണുന്ന അബ്രഹാം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നിറഞ്ഞു നിൽക്കുക. അബ്രഹാമിനെ കുറിച്ച് പറയാത്ത പുസ്തകമുണ്ടാകുമോ? എവിടേക്കോ എല്ലാവരും പറയുന്നിടത്തെല്ലാം അബ്രഹാമിൻ്റെ പേര് ചേർത്തു. യേശു ക്രിസ്തുവും പറഞ്ഞു. വേദപുസ്തക ചരിത്രം മുഴുവൻ എവിടെയൊക്കെ അങ്ങനെ രേഖപ്പെടുത്തി പോകുന്നിടത്തെല്ലാം അബ്രഹാമിൻ്റെ ചരിത്രം തൊട്ടുപോയി. എന്തേ? ചില കുറവുകളൊക്കെ നമുക്ക് പറയാൻ അബ്രഹാമിനെ കുറിച്ചുണ്ടെങ്കിലും മിസ്രൈമിലേക്ക് പോയതും ഹാഗാറുമായിട്ടുള്ള ബന്ധവും ഇസ്മായിലിൻ്റെ ജനനവും അങ്ങനെ ചിലതൊക്കെ നമുക്ക് പറയാനുണ്ടെങ്കിലും എന്തേ ദൈവത്തിന് അബ്രഹാമിനോട് ഇത്ര ഇഷ്ടം? അബ്രഹാമിനെ ദൈവം ഇത്ര സ്നേഹിക്കാൻ എന്താ കാരണം? ഒരു സഭയ്ക്കകത്ത് നടക്കുന്ന ഒരു ക്യാരക്ടർ സ്റ്റഡി, സഭയിലെ വിശ്വാസികൾക്ക് പ്രയോജനകരമായത്, വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ആവശ്യമായ ചിന്തകളെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഉപോത്ബലകമായ നല്ല ചിന്തകളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കൊച്ചു സ്റ്റഡി. അബ്രഹാമിൻ്റെ 6 പ്രത്യേകതകൾ അത്യാവശ്യമുള്ളവർക്ക് കുറിച്ചെടുക്കാൻ നന്നായിരിക്കും. നമ്പർ 1, അബ്രഹാമിനെ ദൈവം ഇത്രയ്ക്ക് സ്നേഹിക്കാൻ കാരണം എബ്രായ ചരിത്രത്തിനകത്ത് ചരിത്രപുരുഷനായി നടുനായകത്വം വഹിക്കുന്ന അബ്രഹാമിനെ ഉൽപ്പത്തി മുതൽ എല്ലാ പുസ്തകങ്ങളിലും ലേഖനങ്ങളിലും പൗലോസിലുമൊക്കെ കൊണ്ട് നമ്മൾ വെളിയിൽ കാണാൻ കാരണം നമ്പർ 1, ദൈവത്തെ അനുസരിച്ച അബ്രഹാം. ദൈവത്തെ അനുസരിച്ചിട്ട് ദൈവം എന്തു പറഞ്ഞോ അതുപോലെ ചെയ്ത അബ്രഹാം. നാട് വിട്ടു, വീട് വിട്ടു, പിതൃഭവനത്തെ വിട്ടു, ദേശത്ത് വിട്ടു, സാധാരണക്കാരായ നമുക്ക് അംഗീകരിക്കാൻ പറ്റാതെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്. കണ്ടിട്ടില്ല, തനിക്കറിയില്ല, അതെവിടെയാണെന്നറിയില്ല. ദൈവത്തെ വിശ്വസിച്ചപ്പോൾ സത്യദൈവം ആരാന്നറിയാതെ ജീവിച്ച തേരകന്റെ മകൻ ദൈവത്തെ വിശ്വസിച്ചിറങ്ങിയപ്പോൾ അബ്രാം ദൈവം പറഞ്ഞത് അതുപോലെ അനുസരിച്ചു. ചാർച്ചക്കാരെ വിട്ടു. ദൈവം നിന്നെ സ്നേഹിക്കുവാൻ ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. ഈ അബ്രഹാമിൻ്റെ ക്വാളിഫിക്കേഷൻ, ഇതൊരു ചരിത്ര പഠനമായിട്ട് മാത്രം പോകാതെ ഈ അബ്രഹാമിൻ്റെ ക്വാളിഫിക്കേഷൻ നമ്മുടെയും ഒരു ക്വാളിഫിക്കേഷനായി മാറത്തക്കവണ്ണം ദൈവം പറഞ്ഞാൽ അഭിഷക്തന്മാരിലൂടെ ദൈവം പറയുന്ന വാക്കുകൾ, ശബ്ദങ്ങൾ അതനുസരിക്കാൻ എന്നെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ അബ്രഹാമിൽ വ്യാപരിച്ച ആ ക്വാളിഫിക്കേഷൻ, ആ നന്മ അതിന്ന് ഈ ആരാധനയിൽ നമ്മുടെ ഉള്ളിലും ഒരു വിത്തായി വീഴും. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുള്ളവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്പർ 2, ദൈവം പറയുന്ന അനുസരിച്ചു. പുറപ്പെടാൻ പറഞ്ഞു, പുറപ്പെട്ടു. അബ്രഹാമിൻ്റെ രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ പിരിയേണ്ടതിനെ എല്ലാം തിരിച്ചറിഞ്ഞ് പിരിഞ്ഞു. നമ്മൾ പലരും ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്, ആരാധനയിൽ പങ്കെടുക്കുന്നവരാണ്. പക്ഷെ ഇപ്പോഴും വേണ്ടാത്ത ചില ബന്ധങ്ങൾ നമുക്കുണ്ടോ? വേണ്ടാത്ത ചില പ്രശ്നങ്ങൾക്കകത്ത് നമ്മൾ അകപ്പെടാറുണ്ടോ? പിരിയേണ്ടതിനെ പിരിയണം. അബ്രഹാം
മുൻപോട്ട് പോകില്ല എന്ന് മനസ്സിലായപ്പോൾ ലോത്തിന് പിരിഞ്ഞു. ലോത്തിന്റെ ഇടയന്മാരെ പിരിഞ്ഞു. ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് ഹാഗാറിനെ അബ്രഹാം പിരിഞ്ഞു. ഇസ്മായേലിനെ അബ്രഹാം പിരിഞ്ഞു. മോരിയ മല കയറിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ കൂടെ ഉണ്ടായിരുന്ന ഭൃത്യന്മാരെ അബ്രഹാം പിരിഞ്ഞു. തനിക്ക് നന്മ വെച്ചു നീട്ടിയ 14-ാം അധ്യായത്തിൽ 5 രാജാക്കന്മാരെ തോൽപ്പിച്ച ലോത്തിനെ കുടുംബത്തെ രക്ഷിച്ച് കൊണ്ടുവരുമ്പോൾ തനിക്ക് നന്മ വെച്ചു നീട്ടിയ സോദോം രാജാവിന്റെ നന്മ താൻ വേണ്ടെന്ന് പറഞ്ഞ് സോദോം രാജാവിനെ പിരിഞ്ഞു. ഒരു പക്ഷേ നിനക്കിഷ്ടമുള്ളത് വെച്ച് നീട്ടി നിന്നെ വശീകരിച്ച് പിന്നത്തേതിൽ നിന്റെ കൃപ നഷ്ടപ്പെടുത്തി കളയാൻ ശ്രമിക്കുന്ന ജനബന്ധങ്ങളോടും വിട പറയാനുള്ള മനസ്സ്. പിരിയേണ്ടതിനെ മുഴുവൻ പിരിയണം. തെറ്റാണെന്നറിഞ്ഞാൽ തിരുത്തണം. ഹാഗാറും ഇസ്മായേലും തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അപാകതയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പുറത്താക്കി. വാഗ്ദത്ത സന്തതിക്ക് വളരുവാൻ ജഡസന്തതി നിൽക്കാൻ പാടില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ആരാധനയോട് ശക്തമായി ഇടപെടുന്നു. നിന്റെ വീട്ടിനകത്ത് വാഗ്ദത്ത സന്തതി ജഡസന്തതി ഒരുമിച്ച് വളരില്ല. നിന്റെ ഹൃദയത്തിനകത്ത് വാഗ്ദത്തവും ജഡവും ഒരുമിച്ച് വളരില്ല. ഏതെങ്കിലും ഒന്ന് പുറത്താകും. നീ ജഡത്തെ താലോലിച്ചാൽ വാഗ്ദത്തം പുറത്താകും. നീ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചാൽ ജഡം പുറത്താകും. തീരുമാനമെടുക്കേണ്ടവർക്ക് തീരുമാനമെടുക്കാനുള്ള ഒരു നല്ല പകലായി കർത്താവ് ഈ പകൽ നൽകുകയാണ്. തിരുക്കരങ്ങൾ കേൾപ്പിച്ച് പ്രാർത്ഥനയോടായിരിക്കുക. കർത്താവ് ഇന്ന് അത്ഭുതങ്ങളുടെ പകലാക്കി മാറ്റും. നമ്പർ 3, അബ്രഹാമിൻ്റെ 3ാമത്തെ പ്രത്യേകത, അബ്രഹാം ജീവിച്ചിരുന്ന കാലത്ത് അവൻ ദൈവത്തിൻ്റെ പ്രമാണമുണ്ടായിരുന്നില്ല. മോശ പർവ്വതത്തിൽ കയറി ദൈവത്തിൽ നിന്ന് എഴുതി വാങ്ങുന്നത് മോശയുടെ കാലത്താണ് പ്രമാണമുണ്ടായത്. പക്ഷെ അബ്രഹാമിൻ്റെ കാലത്ത് പ്രമാണമില്ലായിരുന്നു. പക്ഷെ അബ്രഹാം ജീവിക്കുന്ന പ്രമാണമായിരുന്നു. ജെനസിസ് 26-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം, ഇസഹാക്കിനോട് യഹോവ ദൈവം പറഞ്ഞു, നിന്റെ അപ്പൻ എന്നെ വാക്കാതെ എൻ്റെ വാക്ക് കേട്ട് എൻ്റെ കൽപ്പനകളും എൻ്റെ പ്രമാണങ്ങളും അനുസരിച്ച് ആചരിച്ച് നടക്കുന്നതിനാണ് ആചരിക്കുക എന്ന് പറയുന്നത്. കയ്യിൽ ബൈബിളും വെച്ചുകൊണ്ട് റോഡിലൂടെ ഒരാൾ നടന്നു പോയാൽ ഒരുപക്ഷെ ഇന്നത്തെ ആൾക്കാർ ഒരാൾ ചർച്ചയിൽ പോകണം, ക്രിസ്ത്യാനിയാണെന്ന് പറയും. പക്ഷെ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കയ്യിൽ പ്രമാണമുണ്ടായിരുന്നില്ല. പക്ഷെ അബ്രഹാം നടന്നു പോകുമ്പോൾ ലോകം പറയുമായിരുന്നു, പ്രമാണം നടന്നു പോകുന്നു, അതേ പ്രമാണം. മോരിയ മലയിലേക്ക് കയറിപ്പോകുന്ന അബ്രഹാമിൻ്റെ കയ്യിൽ ചട്ടിക്കകത്ത് തീയുണ്ടായിരുന്നു, ഹൃദയത്തിനകത്ത് പ്രമാണവും. ഇന്നൊരു ചെറിയ വ്യത്യാസമുണ്ട്. കയ്യിൽ പ്രമാണവും ഹൃദയത്തിനകത്ത് തീയുമായിട്ടാണ്. അവൻ അഭിഷേകത്തിൻ്റെ തീ കത്തുള്ളപ്പോൾ കയ്യിൽ പ്രമാണമായി പോകുമ്പോൾ അബ്രഹാം നമ്മളുടെ വ്യത്യാസം അതാ. അബ്രഹാം ചട്ടിക്കകത്ത് തീയുമായി മോരിയമലയിലേക്ക് പോകുമ്പോൾ പ്രമാണം അകത്ത് ചുമന്നവനാ. ജീവിക്കുന്ന പ്രമാണം ആർക്കൊക്കെ? വിശ്വാസികൾക്കൊരു പിതാവായിരുന്നു. പാർക്കുന്ന ദേശത്തെല്ലാവർക്കൊരു മാതൃകയായിരുന്നു അബ്രഹാം. ജീവിക്കുന്ന പ്രമാണം. നമ്പർ 4, അബ്രഹാമിൻ്റെ 4ാമത്തെ പ്രത്യേകത, ദൈവത്തിന് കൊടുക്കുന്നവനായിരുന്നു. നമ്മുടെ ഇടയിൽ അധികം ആൾക്കാർക്കില്ലാത്തൊരു സ്വഭാവം. നമ്മളിൽ പലരും വാങ്ങുന്നവരാണ്, ദൈവത്തോട് വാങ്ങുന്നവർ. പക്ഷെ അബ്രഹാം ദൈവത്തിന് കൊടുക്കുന്നവനായിരുന്നു. എന്തൊക്കെ കൊടുത്തു അബ്രഹാം? നമ്പർ 1, അബ്രഹാം തൻ്റെ ജീവിതം ദൈവത്തിന് കൊടുത്തു. 2, അബ്രഹാമിന് ദൈവം എന്തൊക്കെ കൊടുത്തു അതെല്ലാം അബ്രഹാം ദൈവത്തിന് കൊടുത്തു. അബ്രഹാം ദൈവത്തിന് വീട്ടിൽ ഭക്ഷണം കൊടുത്തു. അബ്രഹാം തൻ്റെ മകൻ ഇസഹാക്കിനെ ദൈവത്തിന് കൊടുത്തു.
തൻ്റെ ജീവൻ പണയം വെച്ച് തൻ്റെ സഹോദരനായി ലോത്തിനു വേണ്ടി താൻ യുദ്ധം ചെയ്തു. താൻ കൊടുക്കുന്നവനാന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ശാലേം രാജാവായ മൽക്കീസേദെക്കിന് അബ്രഹാം ദശാംശം കൊടുത്തു. 14:18 ദൈവത്തിന് കൊടുപ്പീൻ, അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പീൻ. അബ്രഹാമിൻ്റെ പ്രത്യേകതകൾ പറയുമ്പോൾ അതിനകത്ത് വ്യാപരിക്കുന്നൊരു ജീവനുണ്ട്. ഒരു ജീവൻ നമുക്കതിനകത്തുനിന്ന് എടുക്കാവുന്ന ചില നന്മകളുണ്ട്, മാതൃകയാക്കാവുന്ന ചില നന്മകളുണ്ട്. ഇന്ന് ആരാധനയിൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്തിരിക്കുന്ന എത്ര പേര് പറയും, ദൈവത്തിന് കൊടുക്കുന്നവരായി നിന്റെ ആരാധന ദൈവത്തിന് കൊടുക്കുക, നിന്റെ സമയം ദൈവത്തിന് കൊടുക്കുക, നിന്റെ ബുദ്ധി ദൈവത്തിന് കൊടുക്കുക, നിന്റെ വിദ്യാഭ്യാസം ദൈവത്തിന് കൊടുക്കുക, നിന്റെ കുടുംബത്തെ ദൈവത്തിന് കൊടുക്കുക, നിന്റെ മക്കളെ ദൈവത്തിന് കൊടുക്കുക, നിന്റെ ജീവിതം ദൈവത്തിന് കൊടുക്കാൻ. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളതാ, ഇതൊരു കഥ പറയല്ല, ഇത് അബ്രഹാമിൻ്റെ ചരിത്രം പറയല്ല, നമ്മുടെ ജീവിതമാണ്. നമ്മുടെ ജീവിതം ഇതിനകത്തുനിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എടുക്കുകയാണ്. ദൈവത്തിന് കൊടുക്കുന്നവരാകുക. നിങ്ങൾക്ക് ദൈവം തരുന്ന സാമ്പത്തികം, നിങ്ങൾക്ക് ആർക്ക് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരാണെങ്കിലും നിങ്ങൾക്ക് 1000 രൂപ ദൈവം തന്നാൽ അതിൽ 100 രൂപ ദൈവത്തിൻ്റെയാണ്. നിങ്ങൾക്കത് വേണമെങ്കിൽ കൊടുക്കാതിരിക്കാം, കൊടുക്കണ്ട, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ആ 100 രൂപ ദൈവത്തിൻ്റെതാണ്. നിങ്ങൾക്ക് കൊടുക്കാതിരിക്കുകയോ ചെയ്യാം, പക്ഷെ അത് ദൈവം തന്നെയാ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരുന്നത് 24 മണിക്കൂർ ദൈവം നിങ്ങൾക്ക് തരുമ്പോൾ അതിൻ്റെ 10-1 ദൈവത്തിൻ്റെയാ. നീ മുട്ടുകുത്തണം ആ 10-1 സമയം. നിന്റെ ബുദ്ധി അത് ദൈവത്തിൻ്റെയാ. ദൈവകരങ്ങൾ ഇത് മനസ്സിലാക്കി ഏൽപ്പിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്പർ 5, അബ്രഹാമിൻ്റെ 5ാമത്തെ ഗുണം എന്നെ ഒത്തിരി ഇഷ്ടപ്പെടുത്തിയൊരു കാര്യമാണത്. അത് ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ 18-ാമത്തെ വാക്യത്തിൽ അബ്രഹാം കൂടാരം അടിച്ചു, യാഗപീഠം പണിതു. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു വാക്യമാണ്. പിച്ച് ഹിസ് ടെന്റ് ആൻഡ് ബിൽഡ് ആൻ ആൾട്ടർ and he worshipped. അവർ കൂടാരം അടിച്ചു, യാഗപീഠം പണിതു. കൂടാരം അടിക്കുക എന്ന് പറയുന്നത് കുറ്റിയാണ്, അത് ടെമ്പററിയാണ്, ഏത് സമയത്ത് ഊരിയെടുക്കാം. പക്ഷെ യാഗപീഠം പണിതു എന്ന് പറഞ്ഞാൽ ബിൽഡെന്നതാണ്. അത് ടെമ്പററി അല്ല, അത് പെർമനൻ്റ് ആണ്. ഇതിലൂടെ നമുക്ക് ലോകത്തോട് നമുക്ക് എല്ലാവർക്കും എടുക്കാവുന്നൊരു ചിന്തയുണ്ട്. നമ്മുടെ ജീവിതം ടെമ്പററിയാണ്, പക്ഷെ കർത്താവായിട്ടുള്ള നമ്മുടെ ബന്ധം പെർമനൻ്റ് ആണ്. സ്തോത്രം, ആമേൻ. നമ്മുടെ ഭൂമിയിലെ വീട് ടെമ്പററിയാണ്, ഇവിടുത്തെ താമസം ടെമ്പററിയാണ്, ഇവിടുത്തെ ജോലി ടെമ്പററിയാണ്, ഇവിടുത്തെ ബന്ധങ്ങൾ ടെമ്പററിയാണ്, പക്ഷെ ആരാധന പെർമനൻ്റ് ആണ്. ആമേൻ. ഏതിന് പ്രാധാന്യം കൊടുക്കും? കൂടാരം മെറ്റീരിയലാണ്, യാഗപീഠം സ്പിരിച്വലാണ്. കേട്ടോ, എന്നെ ശ്രദ്ധിക്കുന്നവർ മുഴുവൻ അറിയണം. നിന്റെ ഭൂമിയിലെ സമ്പാദ്യങ്ങൾ, ഭൂമിയിലെ വീട്, നിനക്ക് ദൈവം തന്ന വാഹനം, നിന്റെ വിദ്യാഭ്യാസം എല്ലാം മെറ്റീരിയലാണ്, മെറ്റീരിയൽ. പക്ഷെ നിന്റെ പ്രാർത്ഥന, നിന്റെ ആരാധന, അഭിഷിക്തന്മാരോടുള്ള നിന്റെ ബന്ധങ്ങൾ, നിന്റെ ജീവിതത്തിലെ ആത്മീയ കാര്യങ്ങൾ, അത് മുഴുവൻ സ്പിരിച്വലാണ്. ദാറ്റ്സ് റിലേറ്റഡ് വിത്ത് ഗോഡ്. അബ്രഹാം ആമേൻ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്, ഒരിക്കൽ ഞാൻ കേട്ടതോർക്കുന്നു, തൻ്റെ കൂടാരത്തിൻ്റെ കുറ്റി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാൻ ഊരി അതെല്ലാം കൂടെ വാരി തൻ്റെ തോളിൽ വെക്കുമ്പോൾ അബ്രഹാം കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം ആത്മാവിൽ കണ്ടുകൊണ്ടാണ് കൂടാരത്തിൻ്റെ കുറ്റി ഊരുന്നത്. ഓ, കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം തനിക്ക് സ്വർഗത്തിലുണ്ട്. പെർമനൻ്റ് ആയിട്ടൊരു ഭവനം അബ്രഹാമിനുണ്ടായിരുന്നില്ല.
താൻ പാർത്തതെല്ലാം കൂടാരങ്ങളിലാണ്. അത് ടെമ്പററിയാണ്. നമ്പർ 6, അബ്രഹാമിനെ ലോകം സ്നേഹിക്കാനാ, ദൈവം സ്നേഹിക്കാൻ, കേട്ടവരെല്ലാം, പേര് കേട്ടവരെല്ലാം സ്നേഹിക്കാൻ, അബ്രഹാമിനെ മാതൃകയാക്കുവാൻ, അനേകർക്ക് അബ്രഹാം മാതൃകയാകുവാനുള്ള കാരണങ്ങൾ: 1, ദൈവത്തെ അനുസരിച്ചു. 2, പിരിയേണ്ടത് പിരിഞ്ഞു, പിരിയേണ്ടവരെ താൻ പിരിഞ്ഞു. 3, അബ്രഹാം ജീവിക്കുന്ന പ്രമാണമായിരുന്നു. 4, ദൈവത്തിന് കൊടുത്തവനാണ് അബ്രഹാം. 5, അവൻ കൂടാരം അടിച്ചു, യാഗപീഠം പണിതു. നമ്പർ 6, അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു. അതിന് മറ്റൊരു കാരണമുണ്ട്. അബ്രഹാം 4 സാക്ഷ്യമുള്ളവനായിരുന്നു. 4 സാക്ഷ്യങ്ങൾ. അത് പറഞ്ഞ് ഞാൻ ഈ മെസ്സേജ് അവസാനിപ്പിക്കാം. നമ്പർ 1, അവൻ്റെ സ്വന്തം ഭാര്യയ്ക്ക് അവൻ അഡോണായിരുന്നു, യജമാനൻ. അവൻ പാർത്ത ഹിത്യരുടെ നാട്ടിൽ അവൻ ദൈവത്തിൻ്റെ പ്രഭുവായിരുന്നു. 23-ാം അധ്യായം 1-ാം വാക്യം. ഉൽപ്പത്തി 23:1. അവൻ പാർത്ത ഹിത്യരുടെ നാട്ടിൽ അവൻ ദൈവത്തിൻ്റെ പ്രഭുവായിരുന്നു. അവൻ വിശ്വാസികൾക്ക് പിതാവായിരുന്നു. റോമാലേഖനം 4-ാം അധ്യായം 20-21. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച് അബ്രഹാമിൻ്റെ വിശ്വാസം നീതിയായി കണക്കിട്ടു. യെശയ്യാപ്രവചനം 41-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. അവൻ ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു. ഭാര്യയ്ക്ക് അവൻ അഡോണായിരുന്നു. ദേശത്തവൻ ദൈവത്തിൻ്റെ പ്രഭുവായിരുന്നു. വിശ്വാസികൾക്ക് അവൻ പിതാവായിരുന്നു. ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചോദിക്കട്ടെ, ഉൽപ്പത്തി 12 അധ്യായങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട അബ്രഹാം വേദപുസ്തകത്തിൽ 66 പുസ്തകങ്ങൾക്കകത്തൂടെ എങ്ങനെ സഞ്ചരിച്ചു? ലോകത്തിലെ ഇതര മതങ്ങൾ ഉൾപ്പെടെയുള്ള സകല മനുഷ്യരും അബ്രഹാമിൻ്റെ പേര് കേൾക്കുമ്പോൾ എന്തുകൊണ്ട് ബഹുമാനിച്ചു? അബ്രഹാമിൻ്റെ 6 ഗുണങ്ങൾ. മറക്കരുത്. ദൈവത്തെ അനുസരിച്ചവൻ, പിരിയേണ്ടത് പിരിഞ്ഞവൻ, പിരിയേണ്ടവരെ പിരിഞ്ഞവൻ, ജീവിച്ചിരിക്കുമ്പോൾ ജീവിക്കുന്ന പ്രമാണമായിരുന്നവൻ, ദൈവത്തിന് കൊടുത്തവൻ, കൂടാരമടിച്ച് യാഗപീഠം പണിതവൻ, സ്വർഗത്തിലും ഭൂമിയിലും കുടുംബത്തിലും വിശ്വാസികളിലും സാക്ഷ്യമുള്ളവൻ. നമുക്ക് ഒരു തീരുമാനമെടുക്കാം. ഏബ്രഹാം ഈസ് ദ റോൾ മോഡൽ ഓഫ് മൈ ക്രിസ്ത്യൻ ലൈഫ്. എൻ്റെ ജീവിതത്തിലും ഒരു മാതൃകയായി നിൽക്കാൻ ഞാൻ അതിനകത്തുനിന്ന് ചിലതൊക്കെ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ. മഹാപരിശുദ്ധനും നിത്യനുമായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സുഖ്യ നല്ല പിതാവേ, ഞങ്ങൾ ഇന്ന് കേട്ട ദൈവവചനം, ദൈവത്തിന് കൊടുക്കുന്നവൻ, നിലനിൽക്കുന്ന സ്വർഗീയ ഭവനത്തിന് വേണ്ടി അധ്വാനിക്കുന്നവൻ, ദൈവഹിതമല്ലാത്തതിനോടെല്ലാം പിരിഞ്ഞു ജീവിക്കുന്ന നാട്ടിൽ ജീവിക്കുന്ന, പ്രമാണമായി ജീവിക്കുന്ന, ദൈവത്തെ അനുസരിക്കുന്ന, ദേശത്തും സ്വർഗത്തിലും വിശ്വാസികളിലും ഭവനത്തിനകത്ത് ഒരുപോലെ സാക്ഷ്യമുള്ള അബ്രഹാമിനെ പോലെ ഞാനും എന്നെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, ഒരു പുതിയ ജീവിതത്തിനായി ഏൽപ്പിക്കുകയാണ്. കർത്താവ് തൊടണമേ, അനുഗ്രഹിക്കണമേപ്പാ, അനുഗ്രഹത്തോടെ ഞങ്ങളെ നടത്തണമേ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ.